ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ അടീനിയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വളർന്ന് ഇതിൻ്റെ കമ്പുകളൊക്കെ നീണ്ടു പോയിട്ട് ഒരു ഭംഗിയുണ്ടായില്ല ചെടി കാണാനായിട്ട്. അപ്പോൾ ഒന്ന് താഴ്ത്തി പ്രൂണിങ് ചെയ്തു. പ്രൂണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന കത്തി ആയാലും ബ്ലേഡ് ആയാലും നന്നായി ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം പ്രൂണിങ്ങിന് ഉപയോഗിക്കാനായിട്ട്. അതേപോലെ തന്നെ പ്രൂണിങ് കഴിഞ്ഞാൽ നമ്മൾ മുറിച്ച ഭാഗത്തൊക്കെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് പരട്ടി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഫംഗൽ അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചെടിയും കൂടിന് അടീനിയം. എൻ്റെ കയ്യിലിപ്പോൾ ഫംഗിസൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടായിരുന്നു. ഫെവിക്കോളിൻ്റെ പശ ആ മുറിച്ച ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഓരോ ഡ്രോപ്പ് ഇങ്ങനെ പരട്ടി കൊടുത്ത് നമ്മളത് സെറ്റാക്കി വെച്ചു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മെഴുകുതിരി ഉരുക്കി അവിടെ ഒഴിച്ചിട്ടായാലും ആ മുറിച്ച ഭാഗത്തൊക്കെ വെള്ളമൊന്നും കയറാണ്ടും വേറെ യാതൊരു അസുഖങ്ങളും ഇതിന് വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. മെഴുകുതിരി ആയാലും കാൻഡിൽ ഉരുക്കിയിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫെവിക്കോളിൻ്റെ പശ പരട്ടി കൊടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫംഗിസൈഡ് ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതായാലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാതും നന്നായി താഴ്ത്തി പ്രൂൺ ചെയ്ത് അടിപൊളിയായി വെച്ചിട്ടുണ്ട്. മുമ്പാണ് കേട്ടോ എൻ്റെ അടീനിയൊക്കെ ഞാൻ പ്രൂണിങ് ചെയ്തത്. മഴ സമയത്ത് നമ്മൾ ഒരിക്കലും അടീനിയം പ്രൂണിങ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് നശിച്ചു പോണ ഒരു ചെടീന് അടീനിയം. അപ്പോൾ ഇതിൻ്റെ കൊമ്പുകളൊക്കെ ചീഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് പെട്ടെന്ന് കേടായി പോവും. മഴ സമയത്തൊക്കെ നമ്മൾ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അടീനിയം പ്രൂണിങ് ചെയ്യുമ്പോൾ നല്ല വെയിൽ സമയത്തായിരിക്കണം നമ്മൾ അടീനിയം പ്രൂണിങ് ചെയ്യേണ്ടത്. പ്രൂണിങ് കഴിഞ്ഞിട്ട് പിന്നെ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി നല്ല ഭംഗിയാക്കി. ചെടിച്ചട്ടിയുടെ പുറം ഭാഗം മാത്രം ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു വളവും കൊടുത്തു. മണ്ണൊക്കെ ഇളക്കി മിക്സായിട്ടുള്ള ഒരു വളമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ കൂടി മിക്സ് ചെയ്ത് നല്ലൊരു വളവും ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഇത് നല്ല അടിപൊളിയായി വളർന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു മിക്സ് വളം ഞാൻ എപ്പോഴും എൻ്റെ അടീനിയത്തിന് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു വളമാണ് കേട്ടോ. അടീനിയത്തിന് നന്നായി വളർന്ന് വരാൻ അടിപൊളി ഒരു വളം കൊടുത്തതിന് ശേഷം വന്ന ഗ്രോത്താണ് ഈ കാണുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് കൊമ്പും ഇലകളൊക്കെ വന്ന് നല്ല പച്ചപ്പോട് കൂടി നല്ല അടിപൊളിയായി വളർന്നു വന്നിട്ടുണ്ട് നമ്മുടെ അടീനിയൊക്കെ. കണ്ട ഇതിൻ്റെ തണ്ടും ഇലകളും കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അത് നമ്മൾ കൊടുത്ത വളത്തിൻ്റെ അത് ഇത്രയും നല്ല ഇതിൽ നമ്മുടെ അടീനിയൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. ഇത് ബോണസായി ആയി വെച്ചിട്ടുള്ള അടീനിയങ്ങളാണ്. 12 വർഷം 10 വർഷമൊക്കെ ആയിട്ടുള്ള ബോൺസായി അടീനിയങ്ങളാണ് അതൊക്കെ. അതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അത് എത്ര വർഷമായതെന്ന്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ എല്ലാതും വളർന്നു വന്ന് ഇതിലൊക്കെ മൊട്ടുകളായി തുടങ്ങിയിട്ടാ. കൊലകൊലയായിട്ട് മൊട്ടുകൾ വരുന്നുണ്ട്. തന്നെ കണ്ട പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇതിലൊക്കെ മൊട്ടുകൾ വന്നു. ഇപ്പോൾ NPK 19 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിറയെ മുട്ടുകൾ ഇപ്പോൾ കൊലകൊലയായി വരുന്നുണ്ട് മുട്ടുകൾ. ആ വളം നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം പൂക്കളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. കണ്ട മുട്ടുകൾ കൊലകൊലയായിട്ട് വരുന്നത്. അപ്പം നമ്മൾ അടീനിയം പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടീനിയൊക്കെ നല്ല ഭംഗിയിൽ വളർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുമിച്ച് പൂ വരില്ല. അതെ, ഇതിലിപ്പോൾ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഒരുമിച്ച് പൂ വന്ന് തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. റെഡിലിപ്പോൾ പൂ വന്നു. റെഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ റെഡ് അടീനിയത്തിൽ ചില സമയത്ത് ഡബിൾ പെറ്റൽ വരും, ചില സമയത്ത് സിംഗിൾ പെറ്റൽ വരും. അങ്ങനെയാണ് അടീനിയം. അത് അതിൻ്റെ പ്രത്യേകത. വിത്ത് ഭാവി മുളപ്പിച്ചുണ്ടാക്കിയ അടീനിയാണ് ഞാനത്. ഇത് വാങ്ങി വെച്ച അടീനിയാണ് കേട്ടോ. ഓൺലൈനിൽ വാങ്ങി വെച്ച ഒരു അടീനിയാണ്. ഇതിലും തന്നെയാണ് പൂക്കളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. കണ്ട ഇത് നല്ല ഡബിൾ പെറ്റൽ അടീനിയാണ്. നല്ലൊരു കളറ് പൂവാണ് ഇതിൻ്റെ. മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിരിയാറായിട്ടുണ്ട് മുട്ടൊക്കെ.
നമ്മൾ ഇപ്പോൾ പിന്നെ മഴയുള്ളതുകൊണ്ട് മഴയാകുമ്പോഴൊന്നും ഞാൻ എൻ്റെ അടീനിയൊന്നും ഷെയ്ഡിലേക്കൊന്നും മാറ്റി വയ്ക്കില്ല കേട്ടോ. ഇവിടെ തന്നെ ഇരിക്കും. മഴയും വെയിലൊക്കെ കൊള്ളുന്ന അടീനിയാണ് എൻ്റെ. മഴക്കാലം വരുമ്പോൾ ചെടിച്ചട്ടി എടുത്ത് മാറ്റി വയ്ക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. അതിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കും. ഒന്നാമത്തെ എനിക്ക് മടീന് ഇതൊക്കെ ചെടിച്ചട്ടി പൊക്കി നടക്കാനേ. ദേ ഇതിൽ പൂ വന്നു. ഈ അടീനിയത്തിൻ്റെ കളർ നോക്കി. ഇതും ഓൺലൈനിൽ നമ്മൾ വാങ്ങി വെച്ച അടീനിയാണ്. നല്ലൊരു കളറിനത്, ബേബി പിങ്ക് കളറ്. അപ്പോൾ മഴ കൊണ്ടാലും അടീനിയത്തിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അതിന് നല്ല ഹോളുള്ള ചട്ടിയായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കാണ്ട് വെള്ളം മഴ നിൽക്കണോടുകൂടി വാർന്ന് പോകണം. മഴ പെയ്യുമ്പോൾ താഴെ കൂടെ വെള്ളം വാർന്ന് പോണ പോലത്തെ ഹോളായിരിക്കണം നമ്മുടെ അടീനിയത്തിൻ്റെ ചട്ടികൾക്ക് വേണ്ടതേ. അപ്പം മഴയത്ത് വെച്ചാലും യാതൊരു പ്രശ്നം വരില്ല അടീനിയം. ഒരുപാട് ചട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ചെടിച്ചട്ടികൾ മുഴുവൻ എവിടെ കൊണ്ടുവയ്ക്കാനാണ് മഴക്കാലത്ത്. ഇപ്പോൾ എനിക്ക് എവിടെയും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അടീനിയം എല്ലാതും മഴയത്ത് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇതുവരെ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല കേട്ടോ. എൻ്റെ അടീനിയങ്ങൾക്ക് എത്ര വർഷമായി മഴയും വെയിലും ഇങ്ങനെ കൊണ്ട് ഇവരിങ്ങനെ നിൽക്കണത്. ഇതിൽ പൂക്കളൊക്കെ വന്ന് തുടങ്ങണുള്ള പ്രൂണിങ് കഴിഞ്ഞിട്ട്. ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാണ്ടിരിക്കാൻ നമ്മൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് വെള്ളം കെട്ടി നിൽക്കാണ്ട് ഒഴിവാക്കാൻ പറ്റും. മെയിനായിട്ട് ചട്ടിയിൽ വലിയൊരു ഹോളിടുക. അത് കഴിഞ്ഞിട്ട് താഴെ കുറേ ഓടും കഷ്ണങ്ങൾ വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ അടീനിയൊക്കെ എംസാൻഡ് ഇല്ലേ, എംസാൻഡ് ഇട്ടിട്ടാണ് പോട്ടിങ് മിക്സ് തയ്യാറാക്കുക. അപ്പോൾ പിന്നെ എംസാൻഡ് ആകുമ്പോൾ എപ്പോഴും തരി മണൽ പോലെയല്ല. നമ്മൾ മണൽ കിട്ടിയില്ലെങ്കിൽ എംസാൻഡ് ഇട്ടിട്ട് അടീനിയം നട്ടാൽ നല്ലതാണ്. അതുമല്ല ചൂടുകാലം വരുമ്പോൾ എംസാൻഡ് കുറച്ചും കൂടിയും കരിങ്കൽപ്പൊടിയായ കാരണം ചൂട് കൂടുതലാണ്. അപ്പോൾ എംസാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ അടീനിയത്തിന് എപ്പോഴും ചൂട് കാലാവസ്ഥയാണ് ഇഷ്ടം. അപ്പോൾ ഈ ചട്ടിയിലെ മണ്ണൊക്കെ ചൂടാകുമ്പോൾ നന്നായി പൂക്കൾ ഉണ്ടാവാനും നല്ലതാണ് കേട്ടോ, ഈ എംസാൻഡിൽ അടീനിയം നട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ അടീനിയം മൊത്തം ഞാൻ എംസാൻഡിലാണ് നട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നം നമുക്ക് വരുന്നില്ല മഴക്കാലത്ത്. വെള്ളമൊക്കെ അപ്പം തന്നെ അത് വാർന്ന് പോകും. എത്ര മഴയായാലും അടീനിയം ഞാൻ എവിടെയും മാറ്റി വയ്ക്കാറില്ല. ഈ മഴയത്ത് തന്നെ ഈ ചട്ടികൾ മുഴുവൻ ഇരിക്കാറ്. കൊണ്ടുവയ്ക്കാൻ സ്ഥലമില്ല, അതിന് മെയിൻ കാര്യം. മേലെയും താഴെയും എല്ലായിടത്തും ചെടികളായതുകൊണ്ട് ഇതിനെ മാറ്റി വയ്ക്കാൻ നമുക്കൊരു സ്ഥലമില്ല. അപ്പോൾ പിന്നെ ഇത് മഴയത്ത് തന്നെ ഇരിക്കും. മഴ കഴിഞ്ഞ് ചെറിയൊരു വെയിലുദിച്ചു. ഇപ്പം അടീനിയത്തിന് ഞാൻ രാസവളമായി കൊടുക്കുന്നത് എപ്പോഴും NPK 19-19-19 എഞ്ഞിന്. അതെഞ്ഞിന് എൻ്റെ ഓർക്കിഡിനും അടിച്ചു കൊടുക്കാറ് ഞാൻ പൂക്കളുണ്ടാവാനായിട്ട്. അടീനിയത്തിന് നമ്മൾ മഴക്കാലത്ത് എപ്പോഴും സ്ലെറി പോലത്തെ ഇത് ചാണകം കലക്കിയതോ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റ് അടിച്ച് അങ്ങനത്തെ സ്ലെറികളൊക്കെ ഒഴിക്കാണ്ടിരിക്കുക. പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും അടീനിയത്തിന്. അങ്ങനത്തെ വളങ്ങൾ മഴക്കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ, വേനൽക്കാലത്ത് കുഴപ്പമില്ല. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ കൂടുതലും രാസവളങ്ങൾ കൊടുക്കുന്നതാണ് അടീനിയത്തിന് നല്ലത്. അടീനിയം മഴയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ശക്തിയായ മഴ വരുമ്പോൾ ഇതിൻ്റെ മുട്ടും പൂവൊക്കെ കുറേയൊക്കെ കൊഴിഞ്ഞു പോവും. പിന്നെ നല്ല മഴ പിടിക്കുമ്പോഴേ മുട്ടുകളൊക്കെ വരുന്നതൊക്കെ കൊഴിഞ്ഞു പോവും. എൻ്റെ അടീനിയത്തിലെ മുട്ടുകളൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചുവന്ന സിംഗിൾ പെറ്റൽ അടീനിയം, ആ ചെടി തന്നെയാണ് ഇത് ഞാൻ വിത്ത് പാകി മുളപ്പിച്ചുണ്ടാക്കിയ ഒരു തയ്യിന്. ഇതിൽ ആദ്യം വന്നപ്പോൾ സിംഗിൾ പെറ്റൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നതൊക്കെ ഇതേപോലത്തെ നല്ല പൂക്കൾ, ഡബിൾ പെറ്റൽ പൂക്കൾ വന്നു. പ്രൂണിങ് കഴിഞ്ഞ് പിന്നെയും അതിൽ പൂ വന്നപ്പോൾ സിംഗിൾ പെറ്റൽ തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതുപോലത്തെ പൂക്കൾ വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ഡബിൾ പെറ്റൽ പൂക്കൾ മാറി മാറി വരുന്നുണ്ട്, സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും ആയിട്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാം കേട്ടോ.